Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പമുള്ളത് ഡോക്ടർ തോമസ് നെച്ചുപ്പാടം. അദ്ദേഹം കൊച്ചി മെറൈൻ ഡ്രൈവിലെ നെച്ചുപ്പാടം ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഒരു വിശേഷപ്പെട്ട സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. കുട്ടികളിലുണ്ടാകാൻ സാധ്യതയുള്ള പല്ലിൻ്റെ സൗന്ദര്യ പ്രശ്നങ്ങൾ. പൊതുവെ അദ്ദേഹം കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല്ലിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. കാരണം കുട്ടികളിൽ നേരത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നേരത്തെ കറക്റ്റ് ചെയ്താൽ പണച്ചെലവും സമയച്ചെലവും നമുക്ക് ലാഭിക്കാം. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ കുട്ടികളിലുണ്ടാകാവുന്ന പല്ലിൻ്റെ സൗന്ദര്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളുടെ പല്ല് പൊങ്ങി വരുന്നത്. കാരണം വെച്ചാൽ ഒരു 13 വയസ്സ് മുതലാണ് നമ്മളത് കാണുന്നത്. കൂടുതൽ 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പല്ല് പൊങ്ങിയിട്ടുണ്ടാകും. പല്ല് പൊങ്ങി വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ കയറി ഇറങ്ങിയിരിക്കുന്ന പല്ലുകൾ, അതുപോലെ തന്നെ ഈ തം സക്കിങ്, കാരണം ഈ കൈ കുടിക്കുന്ന സ്വഭാവം അതുകൊണ്ടുണ്ടാകുന്ന പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുക. അതുപോലെ തന്നെ നാക്ക് തള്ളുന്ന സ്വഭാവം കാരണം പല്ലുകൾ തമ്മിൽ കടിയില്ലാതിരിക്കുക. ചിലർക്ക് താട മുമ്പോട്ട് വരാം. ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഒരു 13 വയസ്സ് അല്ലെങ്കിൽ ഒരു 12 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് മുകളിലേക്ക് ഏത് പ്രായത്തിലും ചെയ്യാം. പക്ഷേ എങ്കിലും ഒരു ചെറുപ്പത്തിൽ ചെയ്യുന്ന റിസൾട്ടും വലുതായി കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ആ ഗ്രോത്തിനെ കറക്റ്റ് ചെയ്യാനും ഇത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്തിൻ്റെ ടിഷ്യൂസ് എല്ലാം അതിന് ചുറ്റും ഫോം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രൊപ്പോർഷണേറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കറക്റ്റായിട്ടുള്ള ഫേഷ്യൽ ഫോർമേഷൻ വരുന്നത്. കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ ഫേഷ്യൽ ഇതെല്ലാം വൺസ് ദാറ്റ് ഈസ് ഡെവലപ്ഡ് പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം കുറേയൊക്കെ. പക്ഷേ എങ്കിലും ആ കിട്ടുന്ന ക്വാളിറ്റി ഈസ് മച്ച് ഇൻഫീരിയർ ടു വാട്ട് വി ക്യാൻ ഡു നൗ. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും സർജറിയിലേക്കൊക്കെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ താട നീണ്ടു വരിക, അല്ലെങ്കിൽ മോണ പൊങ്ങി വളരെ വലുതായി വികൃതമായി വരിക. അങ്ങനെ വികൃതമായി വരാതെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരു സമയത്ത്. അതുകൊണ്ട് ഒരു 13 വയസ്സ് വരെ ഈ അവധി കാലങ്ങളിലൊക്കെ ഇത് പിന്നെ അതാണ് വേറൊരു ഗുണം. വലുതായി കഴിയുമ്പോൾ അവധിയൊന്നും ഇത്രയും കിട്ടില്ല. 2 മാസം അവധി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ആ ഇത് കിട്ടില്ല. അതുപോലെ തന്നെ പിള്ളേർക്കാണെങ്കിലും അവധിക്കാലത്ത് അതങ്ങ് തുടങ്ങി അതങ്ങ് തീർന്നു. ഈ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് അതും കൂടെ അങ്ങ് തീർന്നു. മറ്റത് പഠിക്കാൻ പോയി പല വലിയ കോളേജുകളിൽ പഠിച്ചു, അല്ലെങ്കിൽ ദൂരദേശത്ത് പഠിച്ചു, പലപ്പോഴും ഫോളോ അപ്പ് പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ജോലി കയറി പിന്നെ അതങ്ങ് ലൈഫ് ഗോസ് ഓൺ. പിന്നെ കല്യാണം കഴിക്കുന്ന ആ ഒരു പ്രായമാകുമ്പോഴാണ് ഇനി ഇതൊന്ന് നോക്കണമെന്ന് പലപ്പോഴും ചിന്തിക്കും. ഈ സബ്ജക്ട് സംസാരിക്കാൻ പറ്റിയൊരു സമയമെന്ന് തോന്നുന്നു. വെക്കേഷനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തുടങ്ങി വെക്കണമെങ്കിൽ തുടങ്ങി വെക്കാൻ പറ്റിയ സമയം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായി കാണുന്ന പ്രശ്നം ഒരുപക്ഷെ ഈ പല്ല് പൊങ്ങി വരികയും നിരതെറ്റി വരികയും ചെയ്യുന്നത് അത് തന്നെയാണ്. എന്തായിരിക്കും അതിന് കാരണം? കുട്ടികളിൽ തന്നെ വരുമ്പോൾ അതിന് കാരണം ഉണ്ടാവണമല്ലോ. ഇപ്പോൾ നമ്മളുടെ ഈ ഞാൻ ആദ്യമേ തന്നെ പറയാറുള്ള ദ്രവീഡിയൻ ആര്യൻ ആ ഒരു ഫേസ് ഡിഫറൻസ് അത് തന്നെയാണ് ഒരു മെയിൻ റീസൺ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ ക്രോസ് മാരേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ന റേസിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും അതൊരു മിക്സ്ഡ് മാരേജസ് ആണ്. ഇന്ന കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് മാത്രം അങ്ങനെയൊന്നുമില്ല, മിക്സ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഒരാളുടെ മതസൗഹാർദ്ദം എന്നല്ല എല്ലാവരും ഇതും തമ്മിൽ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്ത്യാനിയായി കാണുന്നതാണ് ചിലപ്പോൾ അടുത്ത ദിവസം ഹിന്ദുവായി കാണാം, ഹിന്ദുവായി കാണുന്നതാണ് ചിലപ്പോൾ ക്രിസ്ത്യാനിയായി കാണാം, മുസ്ലിമായി കാണാം എന്ന് പറഞ്ഞാൽ. അതുമാത്രമല്ല എല്ലാവരും തമ്മിലുള്ള ആ ഒരു സൗഹാർദ്ദം കൂടി കല്യാണങ്ങൾ കഴിക്കുന്നത് അങ്ങനെ വ്യത്യാസം വന്നു. അതുമാത്രമല്ല ഈ ക്ഷത്രിയൻ ബ്രാഹ്മൺ അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല. അതുകൊണ്ട് ഒരു ജോയും വേറൊരു ജോയും. അതുമാത്രമല്ല ഇപ്പോൾ ഇൻ്റർ കൺട്രി മാരേജസും കൂടി ഇരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മിക്സ്ഡാണ്. അപ്പോൾ ഒരു റേസിൻ്റെ ജോ ആയിരിക്കും കിട്ടുന്നത്, ഒരു റേസിൻ്റെ പല്ലായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ പല്ലും അപ്പൻ്റെ പല്ലും അപ്പൂപ്പൻ്റെ പല്ലും അമ്മൂമ്മയുടെ താടിയൊക്കെ ആയിട്ടും കിട്ടുന്നത്. അപ്പോൾ ദർ ഈസ് എ ഡിസ്പാരിറ്റി ഇൻ ദ ആ എല്ലും പല്ലും തമ്മിലുള്ള ഡിസ്പാരിറ്റി. ആ മുഖത്ത് ആ പല്ല് ചേരാതെ വരിക, ഇങ്ങനെയെല്ലാം പല പ്രശ്നങ്ങൾ വരാം. ഈ പ്രശ്നങ്ങൾ കാരണമായിരിക്കണം ഇത് വളരെയധികം കൂടി. പിന്നെ നമ്മളുടെ പണ്ടൊക്കെ ആണെങ്കിൽ അതങ്ങ് മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സൗന്ദര്യം എന്നുള്ളതൊന്നും ഒരു കൺസിഡറേഷൻ അല്ല. പക്ഷേ ഇന്ന് സൗന്ദര്യത്തിന് അതിൻ്റേതായ ഇപ്പോൾ ബിസിനസ്സിനാണെങ്കിലും സൗന്ദര്യം വേണം, എന്ത് കാര്യത്തിലും. ഈവൻ സ്കൂളിലാണെങ്കിലും അവരുടെ ആ അറ്റയർ, അവരുടെ ആ ലുക്സ് എല്ലാം അവരും വളരെ കോൺഷ്യസാണ്. പ്രത്യേകിച്ച് പിള്ളേർ ഒരു 6 വയസ്സ് 7 വയസ്സ് മുതലേ അവരുടെ കോൺഷ്യസ്നെസ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടെല്ലാം അവരുടെ എല്ലാ സൈക്കോളജിക്കലായിട്ടും അവരെ ബൂസ്റ്റ് ചെയ്യാനും എല്ലാം ഈ സൗന്ദര്യം നല്ലതാണ്. ഇതെല്ലാം കാരണമാണ് ഇപ്പോൾ പലരും ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടി കുറച്ചധികം ഇമ്പോർട്ടൻസ് വരുന്നത്.
ഈ പല്ല് പൊങ്ങാതിരിക്കാൻ ഇപ്പം 13 വയസ്സിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെയില്ല, അതിന് മുമ്പ് ചില ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ താട നീണ്ടു വരുന്ന ഒരു അസുഖം, അതിന് ചിലപ്പോൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ജോസ് ചെറുതായിരിക്കുന്ന അസുഖം, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇച്ചിരൂടെ നേരത്തെ ചെയ്യാം. 8 വയസ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഇപ്പോൾ പല്ല് പൊങ്ങി വരുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കറക്ഷൻസ് ആണെങ്കിൽ ഒരു 13 വയസ്സായിട്ട് പല്ലെല്ലാം വന്നതിന് ശേഷം ചെയ്യുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. അപ്പോൾ ഒരു 8 ഇയേഴ്സിന് മുതലേ നമുക്കൊരു ഒരു ഒരു ഫോളോ അപ്പ് നടത്തി ഒരു 13 ഇയേഴ്സ് മുതലായിരിക്കും ചിലപ്പോൾ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. ചില റെയർ ആയിട്ടുള്ള കേസസിന് മാത്രം നമ്മൾ ചിലപ്പോൾ നേരത്തെ തുടങ്ങും. ഇപ്പോൾ ഒരു ക്രോസ് ബൈറ്റ്, ഒരു പല്ല് കടിക്കണത് ഇങ്ങനെ കയറി കടിക്കുക, അങ്ങനെയുള്ളപ്പോൾ പല്ലിൻ്റെ മോണ ഇറങ്ങി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വേണം. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ചെയ്യാൻ നല്ലത് ഒരു 13 വയസ്സായിട്ട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതില്ല, ഈ ഒരു 13 വയസ്സിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈകല്യത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു 5-6 വയസ്സാകുമ്പോഴേ തുടങ്ങും. എന്നാലേ ആ 13 വയസ്സിൽ അതങ്ങനെ എത്തുള്ളൂ. അപ്പോൾ ഇത് തുടങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ തുടങ്ങിയാൽ അത് പ്രോഗ്രസ് ചെയ്തൊരു ചികിത്സ വേണ്ട ഒരു സാഹചര്യത്തിൽ എത്താതിരിക്കാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റും. ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ചിലതിന് നമുക്ക് ചില കറക്റ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പല്ലുകളെല്ലാം വന്നിട്ടുണ്ടാവില്ല. വരാതെ ഒരു 13 എന്ന് പറയുന്നത് എല്ലാ ഈ നമ്മുടെ വായിൽ 32 പല്ലാണുള്ളത്. അതിൽ 28 പല്ല് വരുന്ന സമയമാണ് ഈ പറയുന്ന 13 വയസ്സെന്ന് പറയുന്നത്. അല്ലാതെ 13-ന് പ്രത്യേകിച്ച് വേറൊരു ഇതില്ല. ഈ 28 പല്ല് വായിൽ വന്നതിന് ശേഷം ആണ് നമുക്കൊരു ആക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിന് ചെയ്യുന്നത് നല്ലത്. രണ്ടാമത്തെ കാര്യം, ഈ പല്ലിൻ്റെ എല്ലാം അപ്പെക്സ് ക്ലോഷർ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിൻ്റെ അറ്റം ക്ലോസ് ചെയ്യുന്നത് ഈ പറയുന്ന സമയം 13 വയസ്സ് 14 വയസ്സ് സമയത്താണ്. ആ അപ്പെക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നീങ്ങുകയാണെങ്കിൽ പല്ലിൻ്റെ ലെങ്ത്ത് നഷ്ടപ്പെട്ടില്ല. ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വഴിയുള്ള ലെങ്ത്ത് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനെല്ലാം വേണ്ടിയാണ് നമ്മളൊരു 13-14 എന്നുള്ള ആ സമയം വയ്ക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പിള്ളേർക്കൊരു സൗന്ദര്യബോധം വരും. പിള്ളേർ തന്നെ പറഞ്ഞു തുടങ്ങും എൻ്റെ പല്ലൊന്ന് ശരിയാക്കണമെന്ന് തോന്നുന്നു. അവർക്കൊരാവശ്യം വരും. മറ്റത് അതിൽ താഴെയാകുമ്പോൾ അവർക്കൊരാവശ്യബോധമില്ല, അപ്പനും അമ്മയും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അപ്ലയൻസ് സൂക്ഷിക്കുന്നതിൽ, ഇത് വെയർ ചെയ്യുന്നതിൽ, അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൊക്കെ പിള്ളേരുടെ സഹകരണം കിട്ടാതെ വരാം. മൂന്നാമത്തെ കാര്യം, ഈ പല്ലുകൾ 13 വയസ്സെന്ന് പറയുമ്പോൾ വേറൊരു വലിയ ഗുണമെന്ന് വെച്ചാൽ ഒരു 8th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് ആ പ്രായമായിരിക്കും. ഒരു 10ാം ക്ലാസ്സിനൊക്കെ മുമ്പ് ഇതങ്ങ് തീർന്നു പോവുകയാണെങ്കിൽ പലപ്പോഴും ഈ പേരൻസിന് ഒരു വലിയ ടെൻഷനാണ് 10ാം ക്ലാസ് പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ. അതൊക്കെയാണ് ഈ സാധാരണ ഒരു 13-12 ആ റേഞ്ചിൽ സിഗ്നിഫിക്കൻസ്. ഈ പല്ല് പൊങ്ങി ഒരു പേഷ്യൻറ്റിന് കിട്ടിയാൽ അടുത്തൊരു നടപടി എന്തായിരിക്കും? പല്ല് പൊങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് ആ പല്ല് പൊങ്ങിയതെന്നുള്ള ഒരു കാരണം കണ്ടുപിടിക്കണം. ഒന്ന് നാക്ക് തള്ളുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ കൈ കുടിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേരൻസിൻ്റെ വ്യത്യാസം കൊണ്ടാണോ, പല്ലിൻ്റെ വലിപ്പം കൂടുതൽ കൊണ്ടാണോ, അതോ എല്ലിൻ്റെ കുറവ് കൊണ്ടാണോ, ഇതെല്ലാം ഒന്ന് ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിലൊരു ചെക്കപ്പാണ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ പല്ല് പറിക്കാതെ നമുക്ക് ആ പല്ല് താഴ്ത്താൻ സാധിക്കും. ചിലപ്പോൾ പല്ല് പറിച്ചിട്ട് പല്ല് താഴ്ത്തേണ്ടി വരും. ചിലപ്പോൾ പല്ല് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ചില പല്ലുകൾ ഭയങ്കര വീതി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പല്ല് താഴ്ത്തേണ്ടി വരും. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ സെലക്ഷൻ ഓഫ് അപ്ലയൻസ്, ഏത് അപ്ലയൻസിന് പോകണം. കാരണം ചിലത് മാസത്തിലൊരിക്കൽ വരാം. പിള്ളേർക്ക് എല്ലാവർക്കും ഒരു മാസത്തിലൊരിക്കൽ വരാൻ സാധിക്കുന്നവർ ചിലരുണ്ട്. ചിലർക്ക് 3 മാസത്തിലൊരിക്കൽ വരാൻ സാധിക്കുമോ, ചിലർക്ക് 4-5 മാസം കൂടുമ്പോൾ. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് വരാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലുള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു 5 മാസമൊക്കെ കൂടുമ്പോൾ വന്നാൽ മതി എന്നുള്ള ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി. അപ്പോൾ പല്ല് കമ്പിയേ ഇടാതെ പ്ലാസ്റ്റിക് അപ്ലയൻസസ് വെച്ചുകൊണ്ട് നടന്നാൽ മതി. നമ്മൾ ആദ്യത്തെ ഒരു പ്ലാൻ ഇട്ട് അത് പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പല പ്രാവശ്യം വന്ന് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് പകരം പിള്ളേർക്ക് തന്നെ വെയർ ചെയ്യാം, ഊരിയെടുക്കാം, തിരിച്ചു വെച്ചാൽ മതി. പക്ഷേ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ആ കുഞ്ഞുങ്ങളത് വെയർ ചെയ്യുന്നുണ്ടോ എന്ന് മാതാപിതാക്കളും കൂടെ നോക്കണം. അവരുടെ വ്യത്യാസം വരുന്നത് നല്ലതാണ്. കാരണം ഈ കറക്റ്റായിട്ട് അത് വെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. മറ്റതാകുമ്പോൾ അത് ഓൾറെഡി വായിക്കാത്തതുകൊണ്ട് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല. അതാണ്. ഇതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പല്ലിന് വേണ്ടി ഈ കമ്പിയിട്ട് പല്ല് താഴ്ത്തുന്ന ഈ സമ്പ്രദായത്തിന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു സംശയത്തോടെ നോക്കിക്കാണുന്നത് ഈ ആരോഗ്യമുള്ള പല്ല് എടുത്ത് സ്പേസ് ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. അത് അപ്പം നമ്മളിപ്പോൾ പല്ല് കേടുവന്ന പല്ലെടുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കേടുവന്നാണ് എടുത്ത് കളയുന്നത്. പക്ഷേ ഈ ആരോഗ്യമുള്ള പല്ലിനെ ഇഞ്ചെക്ട് ചെയ്ത് അവിടെ നിന്ന് പറിച്ച് മാറ്റുമ്പോൾ ഇവൻ നെർവസ് ഡാമേജ് ഉണ്ടാവുന്നു എന്ന് വരെ മിത്തുകളുണ്ട്. അത് മിത്താണോ സത്യമാണോ അതിൽ കാര്യമല്ലോ ഉണ്ടോ? ഇതിനകത്ത് ആദ്യത്തെ കാര്യം ഈ ന്യൂറൽ ഡാമേജിനെ പറ്റി പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ പ്രായമുള്ള ആളുകളുടെ വായിൽ പല്ലൊന്നുമില്ല,
അങ്ങനെ ആകുമ്പോൾ ഇത് 4 പല്ലാണ് മാക്സിമം പറിച്ച് കളയുന്നത്. അപ്പോൾ അധികം പല്ലുകൾ പറിച്ച് കളഞ്ഞ് ഇപ്പോൾ എല്ലാ പല്ലും പറിച്ച് കളഞ്ഞിട്ടും അവർക്ക് ന്യൂറൽ ഡാമേജ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യൂറൽ ഡാമേജിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു ബസ്സിനകത്ത് നിറച്ച ആൾക്കാരുണ്ട്, പിന്നെ ഈ ബസ്സിൻ്റെ പുറത്തേക്ക് ആൾ നിൽക്കരുതെന്ന് പറയുന്നത് ശരിയല്ല. പലപ്പോഴും ഉണ്ടാകുന്നത് അത് തന്നെയാണ്. വായ്ക്കകത്ത് നിറച്ച് പല്ലാണ്, അപ്പോൾ പിന്നെ പുറത്തേക്ക് നിൽക്കാതെ നിവർത്തിയില്ല. അപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും സ്ഥലം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ആർച്ച് വിട്ട് കൂട്ടാം. ആർച്ച് വിട്ട് കൂട്ടണമെങ്കിൽ നമുക്ക് സൈഡിലേക്ക് കൂട്ടി നമുക്ക് ഒരു ലെവലിന് കൂടുതൽ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പല്ല് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് മാക്സിമം 1/2 മില്ലിമീറ്ററാണ് ഇനാമൽ കളയാവുന്നത്. കാരണം 1/2 മില്ലിമീറ്റർ കൂടുതൽ ഇനാമൽ കളഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്നത്, ഞാൻ ഗ്രൈൻഡ് ചെയ്ത് പലയിടത്തും ചെയ്ത കേസുകൾ കാണുന്നതിനാ വെച്ചാൽ അതിനകത്ത് കേട് വളരെയധികം കൂടുതലായിരിക്കും. ഇനാമൽ പോയി കഴിയുമ്പോൾ കേടിൻ്റെ എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വരെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ പല്ലും ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കി അതിനുള്ള കേരിയസ് സസെപ്റ്റബിലിറ്റി കൂട്ടുന്നതിന് നല്ലത് ഒരു പല്ല് പോകുന്നതാണ്. പല പല്ലുകൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു പല്ലോ അല്ലെങ്കിൽ 4 പല്ലോ പോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് പിന്നെ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പലരും പല്ല് കമ്പിയിടുന്നത് ഈ 13 വയസ്സ് 14 വയസ്സിൽ പല്ല് കമ്പി, 18 വയസ്സിൽ ഇനി 4 പല്ലും കൂടെ വരാനുമുണ്ട്. ആ വരുന്ന സമയത്തായിരിക്കും പിന്നീട് ഈ പല്ല് പൊങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പല്ല് വരാനുള്ള ഒരു സ്ഥലവും കൂടെ നമ്മളിപ്പോൾ കാണണം. ഇപ്പോഴത്തെ സൗന്ദര്യം മാത്രമല്ല നമ്മൾ നോക്കണം. ഈ കൊച്ചൊരു 20 വയസ്സാകുമ്പോഴത്തേക്കും മറ്റേ 18 വയസ്സിലെ പല്ല് വന്നു കഴിയും. ആ സമയത്ത് കുറച്ചുകൂടി പല്ല് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്ത് വേണം നമുക്ക് പല്ല് കമ്പിയിടാൻ. അല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആകും. കാരണം 18 വയസ്സാകുമ്പോൾ പിന്നെയും പല്ല് പൊങ്ങിയതായിരിക്കും. പിന്നെയും കമ്പിയിടാം. അപ്പോൾ 2 പ്രാവശ്യം കമ്പിയിടുന്ന ഒരു ചികിത്സാ രീതിയിലേക്ക് വരാതെ ഇത് കറക്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പല്ല് പൊങ്ങിയിരിക്കുന്ന പല്ലിന് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിന് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതായത് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള കമ്പിയുണ്ട്, അല്ലാതെ പെർമനൻ്റ് അല്ലാത്ത റിമൂവബിൾ ആയിട്ടുള്ള അപ്ലയൻസ് ഉണ്ട്. അത് തന്നെ കമ്പി തന്നെയാണത്. പിന്നെ അല്ലാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിക്ലൈനേഴ്സ് എന്ന് പറയുന്ന സാധനം, പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. ഈ പല്ല് പറിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിന്, പ്രത്യേകിച്ച് പല്ല് പൊങ്ങിയിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സിന് ഏറ്റവും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റാണ് ഫിക്സഡ് ഓർത്തോഡോണ്ടിക്സ്, അഥവാ പല്ലുകളിലെല്ലാം ഒട്ടിച്ച് ബ്രാക്കറ്റ്സ് ഒട്ടിച്ച് പല്ല് കമ്പിയിട്ട് നീക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 3 ഡയമെൻഷണൽ കൺട്രോൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് ബ്രാക്കറ്റ് ഒട്ടിക്കുന്നു, ആ വയർ അവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഈ പല്ലിൻ്റെ മുൻഭാഗത്തെ ഈ അറ്റം മാത്രമല്ല, ഈ റൂട്ടിൻ്റെ ഭാഗം കൂടെ നമുക്ക് വേണമെങ്കിൽ താഴ്ത്താം. മോണ പൊങ്ങിയതാണെങ്കിൽ നമുക്ക് താഴ്ത്താൻ സാധിക്കും. അങ്ങനെയുള്ള കറക്ഷൻസ് ഉണ്ട്. അതേസമയം ഇപ്പോൾ പല്ല് കയറി ഇറങ്ങിയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഈ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻവെസലൈൻ എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് വഴി കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കൂടുതൽ ഏറ്റവും എഫക്റ്റീവ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടാൻ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓർത്തോഡോണ്ടിക്സ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് അപ്ലയൻസസ് ആഡ് ചെയ്യാം, കുറയ്ക്കാം, അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ ക്ലിയർ അലൈനേഴ്സ് ഇപ്പോൾ വരാൻ സാധിക്കാത്തവർക്കും പല്ല് കമ്പി ഇട്ടുകൊണ്ട് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, മെറ്റൽ അലർജി ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലും ക്ലിയർ അലൈനേഴ്സിലേക്ക് പോകാം. ഇച്ചിരി കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പിള്ളേർക്ക് ഭയങ്കര കോൺഷ്യസ് അവർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുറത്ത് കാണും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലാതുള്ളതാണ് ഈ പറഞ്ഞ പോലെ റിമൂവബിൾ അപ്ലയൻസസ്. റിമൂവബിൾ അപ്ലയൻസസ് ബേസിക്കലി റിറ്റൻറ്റീവ് അപ്ലയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നുകിൽ കറക്ഷന് വേണ്ടി, ഇപ്പോൾ എന്തെങ്കിലും കൈ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാക്ക് തള്ളുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല്ല് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഫിക്സ്ഡ് ഓർത്തോഡോണ്ടിക്സ് കഴിഞ്ഞ് പല്ല് കറക്റ്റ് ചെയ്തതിന് ശേഷം പല്ല് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി, അത് ശരിക്കും പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. അല്ലെങ്കിൽ അതിന് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റിന് വളരെ കുറച്ചേ അതിന് ഉപയോഗം കിട്ടുള്ളൂ. ഒന്നുകിൽ റിറ്റൻറ്റീവ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ്. ഇതിനാണ് കൂടുതലും നമ്മൾ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള അപ്ലയൻസസ് റിമൂവബിൾ ആയിട്ടുള്ള അപ്ലയൻസ്. ഫിക്സ്ഡ് അപ്ലയൻസിലായിരിക്കും ഏറ്റവും മൂവ്മെൻറ്റ് കിട്ടുന്നുള്ളത്. പിന്നെ റിമൂവബിൾ അപ്ലയൻസിൻ്റെ വേറൊരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, റിമൂവബിൾ അപ്ലയൻസിൻ്റെ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് വെച്ചുകൊണ്ട് നടക്കും. ഇത് പലപ്പോഴും മേടിച്ച് വെക്കുന്നത് തന്നെ പറയും, ഡോക്ടറെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്ന് ഊരി വയ്ക്കാമല്ലോ എന്നാണ്. ഈ ഊരി വയ്ക്കുന്ന സമയം വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരാൾ 18 മണിക്കൂർ ഇത് വെച്ചു, വായിക്കകത്ത് വെച്ചു, 6 മണിക്കൂർ വെറുതെ വെച്ച് കഴിഞ്ഞാൽ -6, 18 - 6 ആകെ കൂടി 12 മണിക്കൂറിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ചിലർ രാത്രി കിടന്നുറങ്ങുമ്പോൾ മാത്രം വെക്കുന്നു എന്ന് പറയും. രാത്രി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞാൽ 8 മണിക്കൂറേ വെക്കുള്ളൂ ബാക്കിയുള്ള സമയം. അപ്പോൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അറിയാൻ ശരി. കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയം കുറവാണ്.
ഫിക്സഡ് തന്നെയാണ് ഫിക്സ്ഡ് അപ്ലയൻസ് ആണ്. എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. നമുക്ക് ഈ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, പല്ല് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അതാണെന്ന് പറഞ്ഞു. അത് ഇളക്കി മാറ്റാൻ പറ്റില്ല, അതിന് പല അഡ്ജസ്റ്റ്മെൻറ്റ്സും നടക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനൻ്റ് ആയിട്ട് വായിലിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നം. 2, അതിന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ വിസിറ്റ് അല്ലെങ്കിൽ റിവ്യൂസ് അത്യാവശ്യമാണ് എന്ന് പറയുന്നതിനോട് എന്താ അഭിപ്രായം? അത് നമുക്ക് പലതരത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പല്ല് കമ്പി ഇടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ പറയുന്ന ഒരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആദ്യം ചെല്ലുമ്പോൾ പല്ല് ആദ്യം ഒരു ചെക്കപ്പ് നടത്തുന്ന ദിവസം, അത് കഴിഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റ്, അത് കഴിഞ്ഞ് പല്ല് പറിക്കാൻ വേണ്ടി 4 പല്ല് പറിക്കാൻ വേണ്ടി 4 ദിവസം, അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വരുന്ന ദിവസം തന്നെ ഇഫ് ദ പേഷ്യൻ്റ് എഗ്രീസ് ആൻഡ് ദ ഡോക്ടർ എഗ്രീസ്, ആ 4 പല്ലും പറിച്ച് പല്ല് കമ്പി ഇട്ട് അന്നേ ദിവസം വിടാം. അപ്പോൾ ഒരു 6-7 അപ്പോയിൻമെൻറ്റ് ആ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കിട്ടും. പിന്നീട് വരുന്നതിന് പലതരത്തിലുള്ള അപ്ലയൻസസ് ഉണ്ട്. സിംഗിൾ വിസിറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി വരേണ്ട അപ്ലയൻസ് ഉണ്ട്. 3 മാസത്തിലൊരിക്കൽ വരുന്നത്. ഇപ്പോൾ മന്ത്ലി വരുന്നതാണെങ്കിൽ 18, ഏതാണ്ട് 18 months ആണ് നോർമൽ. അപ്പോൾ 18 പ്രാവശ്യം ക്ലിനിക്കിൽ വരേണ്ടി വരും. അത് തന്നെ 3 മാസത്തിലൊരിക്കലാകുമ്പോൾ നമുക്ക് ആ കൂടി 6 പ്രാവശ്യം നമുക്ക് ക്ലിനിക്ക് വന്നാൽ 4-5 മാസം വരെ കിട്ടുന്ന അപ്ലയൻസസ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4-5 മാസം കൂടുമ്പോൾ കണ്ടാൽ മതി. അപ്പോഴത്തേക്കും വളരെ കുറഞ്ഞ ഒരു 4 അല്ലെങ്കിൽ 5 വിസിറ്റിൽ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് തീരുന്നതായിരിക്കും. അതാണ് ഒരു വഴി. പിന്നീട് ഇനി കാണുന്നവർക്ക്, ഇപ്പോൾ ചിലർക്ക് ഇത് കാണുന്ന പ്രശ്നം മെറ്റലായിട്ടുള്ള, അത് വേണമെങ്കിൽ നമുക്ക് സെറാമിക് അപ്ലയൻസ് ഇടാം. അപ്പോൾ കാണുന്ന പ്രശ്നം തീരും. ഇനി ഇവിടെ ഫ്രണ്ടിലെങ്കിലും കാണരുതെന്നുണ്ട് ചിലർക്ക്, അങ്ങനെയാണെങ്കിൽ ലിംഗൽ അപ്ലയൻസ് ആയിട്ട് ചെയ്യാം. റെഗുലർ അപ്ലയൻസ് ആയിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മന്ത്ലി വരേണ്ടി വരും. അല്ലെങ്കിൽ സെറാമിക് അപ്ലയൻസ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ അപ് ടു 4 to 5 months ഇടയ്ക്ക് ഒന്ന് വന്നാൽ മതി. നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് റിക്ലൈൻ അപ്ലയൻസ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാം. ഇൻവിസലൈൻ അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് അലൈനേഴ്സ് എന്നെല്ലാം പറയുന്ന പലതരത്തിലുള്ള അലൈനിങ് ഡിവൈസസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ പേഷ്യൻറ്റിൻ്റെ ഫേസും നമ്മളുടെ ഇതെല്ലാം നമ്മൾ അളവെടുത്ത് നമ്മൾ ആ കമ്പനീസിന് അയച്ചു കൊടുക്കും. കമ്പനിയിൽ അവർ തീരുമാനിക്കും ഈ പേഷ്യൻറ്റിന് ഇത്ര വരെ നമുക്ക് പല്ല് താഴ്ത്താം, അല്ലെങ്കിൽ പല്ലിൻ്റെ നേരെ ഇങ്ങനെയൊക്കെ ആക്കാം എന്നൊരു പ്ലാൻ ഇടും. ഈ പ്ലാനിലേക്ക് എത്താൻ വേണ്ടി എത്ര സ്റ്റേജ് എന്ന് അവർ ഡിസൈഡ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻ പ്രോഡക്റ്റ്, ഇത് സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ്. ഈ സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റിൽ നിന്ന് എൻ പ്രോഡക്റ്റിലെത്താൻ വേണ്ടി ഇത്ര അപ്ലയൻസ് വേണമെന്ന് തീരുമാനിക്കും. എന്നിട്ട് അതിനെ ഇത്ര മില്ലിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് വരുത്താൻ വേണ്ടി ഒരു കമ്പ്യൂട്ടറൈസ് സോഫ്റ്റ്വെയർ, പല കമ്പനിയുടെ ഒത്തിരി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഈ ലെവലിൽ എത്താൻ വേണ്ടി പലതരത്തിലുള്ള CAD CAM ടെക്നോളജി ഉപയോഗിച്ച് ഈ സ്റ്റേജസ് എല്ലാം ഉണ്ടാക്കും. ഈ സ്റ്റേജസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനുള്ള ഇത് തരും. പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടൊരു റിവ്യൂ നടത്തും. ഇവർ ഈ ചെയ്യുന്നത് ശരിയാണോ, പേഷ്യൻറ്റ് വെയർ ചെയ്യുന്നുണ്ടോ, ഇതിന് മാത്രം പേഷ്യൻറ്റ് വരുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പേഷ്യൻ്റെ വീട്ടിലെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പേഷ്യൻ്റെ വീട്ടിലേക്ക് കൃത്യമായിട്ട് ഈ അലൈനേഴ്സ് കൃത്യസമയത്ത് ചെല്ലുക എന്നുള്ളതാണ്. അല്ല, ഒരുമിച്ച് കൊടുക്കേണ്ട പോലും ആവശ്യമില്ല. അപ്പോൾ പേഷ്യൻറ്റ് പോകുമ്പോൾ ചിലപ്പോൾ 1-2 അലൈനേഴ്സ് അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. തിരിച്ച് അവർ വീട്ടിലെത്തി കഴിയുമ്പോൾ ഈ 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോൾ കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ അലൈനർ വരും. അപ്പോൾ അലൈനർ ഫിറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഈ അപ്ലയൻസിൽ ചെളി പിടിക്കുക, ബ്രഷ് ചെയ്യിങ്ങിൻ്റെ പ്രോബ്ലംസ്, ഇപ്പോൾ കേരീസ് ആക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്, ഒത്തിരി കേട് പിടിക്കുന്ന ആൾക്കാർക്ക് പല്ല് കമ്പിയിട്ടുകൊണ്ട് നടക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പുതിയ കേടുകളൊന്നും വരാതിരിക്കും. കാരണം അവർക്ക് ഊരി മാറ്റി ബ്രഷ് ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള ഇത് ചായ കുടിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിന് കുട്ടികളിലുള്ള ഇതാണ് നമ്മൾ പറയണത്. കുട്ടികളിൽ ഇത് പ്രാക്ടിക്കൽ ആവുമോ? കുട്ടികളിൽ എന്തോരം അവർ മോട്ടിവേറ്റഡ് ആണെന്നനുസരിച്ചിരിക്കും. ഇത് എനിക്ക് ഇങ്ങനെ ശരിയാക്കണം എന്ന് വിചാരിച്ച് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ അത് വെച്ച് വളരെ സന്തോഷമാണ്. അതേസമയം ഇത് അപ്പനും അമ്മയ്ക്കും വേണ്ടി ചെയ്യുന്നവരായിരിക്കരുത്. അവർ തന്നെ അവർക്ക് വേണം, ഇൻവിസലൈൻ വേണമെന്ന് പറഞ്ഞാൽ അവർ ആ സാധനം, അല്ലെങ്കിൽ ക്ലിയർ അലൈനർ വേണമെന്ന് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രായത്തിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗന്ദര്യബോധവും കൂടെ അതിനകത്തൊരു വാല്യൂ. 13 വയസ്സെന്ന് പറയുന്ന അതിലേക്ക് എത്തുന്ന ഒരു പ്രായം. ആര് നിർബന്ധിച്ച് ഈ പിള്ളേരെ കൊണ്ട് പല്ല് കമ്പി കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വൺസ് ഈ കമ്പി ഇട്ടു, ഇപ്പോൾ പല്ലൊക്കെ അലൈൻ ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തു, ഇത് നാളെയും ഇത് വേണമെങ്കിൽ, പ്രത്യേകിച്ചും ഇവരുടെ ജോയ്ക്ക് ആ ഒരു ടെൻഡൻസി ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ നാളെയും ഈ ഒരു അലൈൻമെൻറ്റ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം കുട്ടികളുടെ കാര്യത്തിൽ? അതാണ് ആദ്യം നമ്മൾ ആ ഡയഗ്നോസ്റ്റിക് പാർട്ട് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഇത് എങ്ങനെ വരും, അതാണ് പേരൻസിനെ വിളിച്ച് വരുത്തുന്നത്, പേരൻസിനെ കാണുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരിൽ ഈ ടെൻഡൻസി ഉണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എക്സ്റേസ് എല്ലാം എടുത്തിട്ട് നമ്മൾ നോക്കി ഇനി എന്തോരം ഇത് വളരാൻ സാധ്യതയുണ്ട്,
ഇതെല്ലാം അതാണ് ഡയഗ്നോസ്റ്റിക്സിലെ മിടുക്ക്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ വിസിറ്റും ഡയഗ്നോസിസും അതിൻ്റെ എക്സ്റേസും കാര്യങ്ങളും എല്ലാമാണ്. അതെല്ലാം എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കുഞ്ഞ് എങ്ങനെ വളരും, ഇതിൻ്റെ പല്ലിൻ്റെ വിഡ്ത്ത് നോക്കി, അതുപോലെ തന്നെ എത്ര പല്ല് വരും, ഇനി പല്ല് വരാനുണ്ടോ, അടിയിൽ വല്ല പല്ല് കിടപ്പുണ്ടോ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിയുമ്പോൾ കറക്റ്റാവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആവശ്യമാണ് റിട്ടൻഷൻ. ഇത് അവിടെ കൊണ്ടുവന്ന് ഇത് പല്ല് നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഫോഴ്സ് കൊടുത്താണ് നിർത്തുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കൊരു റിട്ടൻഷൻ പീരീഡ് ഉണ്ട്, 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം ഈ പല്ലിനെ ആ പൊസിഷനിൽ നിർത്തണം. ഇപ്പോൾ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തില്ല, അതുപോലെ തന്നെ ഒരു റിട്ടൻഷൻ പീരീഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ കൈ ഇട്ടുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ ഇത് നീങ്ങി അവിടെ വന്നു കഴിയുമ്പോൾ ആ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിൻ ചെയ്യുന്നത് 1 കൊല്ലത്തോളം നമ്മൾ റീറ്റെയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ബോണെല്ലാം ഈ പല്ലിന് ചുറ്റും ഫോം ചെയ്ത് ഈ പല്ല് നിർത്തുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം പല്ല് കമ്പി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് ആ വഴിക്കെങ്ങും വരില്ല. അപ്പോഴാണ് പലപ്പോഴും ഈ റീറ്റെയിനർ ഉപയോഗിക്കാതിരിക്കുക, രാത്രി മാത്രം ഞാൻ പറഞ്ഞ പോലെ റീറ്റെയിനർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോഴാണ് റെക്കറൻസ് വരുന്നത്. അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പ്രയാസമല്ല, പിന്നെയും കമ്പി ഇടേണ്ടി വരും. ഈ സെയിം പ്രോസസ് വീൽ ഹാവ് ടു കണ്ടിന്യൂ. ഓക്കെ. ഈ പൊതുവേ ഈ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ഒരു ഇത് പറയുന്നത് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ചും അതിനൊരു സൗന്ദര്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്? കംഫർട്ട് 3 കാര്യങ്ങൾ ഇതിരിക്കും. ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, ഒന്ന് ടൈംസ് ഓഫ് അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മന്ത്ലി വരുന്ന അപ്ലയൻസിനൊക്കെ കൂടുതലാണ് 3 മാസത്തിലൊരിക്കൽ അപ്ലയൻസ്. ഇത് കാണാതിരിക്കുമ്പോഴത്തേക്കും പിന്നെയും കാശ് കൂടി. അതിലും കൂടുതലാണ് ഈ പറഞ്ഞ പോലെ ഈ അലൈനേഴ്സ്, ക്ലിയർ അലൈനേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ കംഫർട്ട്, വരാനുള്ള സൗകര്യം, ഈ സൗകര്യം കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് കൂടുന്നത്. അപ്പോൾ സൗകര്യം കൂടുതലും രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടില്ല. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ചായ കുടിച്ചാൽ ചായ കുടിക്കണേന് ചായയുടെ കാര്യം ചായയാണ് കുടിക്കുന്നതെങ്കിലും എൻഡ് റിസൾട്ട് ഷുഡ് ബി സെയിം. ക്വാളിറ്റി വിൽ ബി ഗുഡ്. ആ ക്വാളിറ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള അപ്ലയൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എന്ന് പറഞ്ഞാൽ ചൈനീസ് ബ്രാക്കറ്റ്സ്, ചൈനീസ് സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് വളരെ കുറഞ്ഞു. പക്ഷേ കോസ്റ്റ് കുറയുമ്പോൾ യു ആർ കോളിംഗ് ഓൺ ക്വാളിറ്റി. രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽസ്. ഇപ്പോൾ നിക്കലുള്ള മെറ്റീരിയൽ ഉണ്ടാവും, മോളിബ്ഡനുള്ള മെറ്റീരിയൽ ഉണ്ടാവും. ഇവൻ ഉപയോഗിക്കുന്ന അലോയ് എന്താണെന്നൊന്നും ഒരു ക്വാളിറ്റി ചെക്കുമില്ല. അപ്പോൾ CE സർട്ടിഫൈഡ്, സർട്ടിഫിക്കേഷൻ ഓഫ് യൂറോപ്പ്, അതുപോലെ തന്നെ USFDA, ഇങ്ങനെയുള്ള വലിയ ബോഡീസ് ഉണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം അപ്രൂവലുള്ള സാധനമാണോ നമ്മുടെ വായിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഏറ്റവും നല്ലത് ആ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നമുക്ക് കാണാം. ഇതെല്ലാം ഞങ്ങളെല്ലാം മേടിക്കുന്ന സാധനം ഞങ്ങളുടെ പേഷ്യൻസിനെ കാണിക്കാം, ഈ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ്, ഈ സർട്ടിഫിക്കേഷനുള്ള സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റേഡിയോ ആക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ, അല്ല ഈ പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഡംപ് ചെയ്യുന്ന സാധനം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രൈസ് ഒരു ദർ വിൽ ബി എ ഡിഫറൻസ്, പക്ഷേ എങ്കിലും അതിന് ഫലം കിട്ടും. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്കഷൻ ഇവിടെ നിർത്തുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല്ലിൻ്റെ സൗന്ദര്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അതിലേറ്റവും കൂടുതലായി കാണുന്ന പല്ല് തള്ളി വരുന്ന കണ്ടീഷനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, പല്ലിനെ കമ്പിയിട്ട് ചികിത്സിക്കുന്ന ഓപ്ഷൻ, അതാണ്. അതിന് ചില മറുമരുന്നുകളും ഇപ്പോൾ പറഞ്ഞു. അങ്ങനെയുള്ള വലിയ തട്ടുമുട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ചില ഓപ്ഷൻസിനെ കുറിച്ച് കൂടെ പറഞ്ഞു. അതിന് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കുമെന്നും പറഞ്ഞു. എന്നാലും നമ്മുടെ കംഫർട്ട് ലെവൽസും അതിൻ്റെ എൻഡ് റിസൾട്ടും നല്ലതാകുമ്പോൾ അതിന് ഇച്ചിരി എക്സ്പെൻസ് കൂടിയാലും സാരമില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. വെക്കേഷനാണ്, കുട്ടികൾക്ക് വല്ല ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റോ പല്ലിന് തള്ളിയതിന് എന്തെങ്കിലും ചികിത്സയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ പറ്റിയ സമയമാണ്. 1.5 മാസം ഇനിയും ബാക്കി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓർത്തഡോണ്ടിസ്റ്റിനെ കൊണ്ട് പല്ല് ശരിയാക്കിക്കുക, അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kailadi.tv.in ആണ് ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം.